കായംകുളം നഗരസഭയിലെ വൃദ്ധജനങ്ങൾക്ക് ആശ്രയമായിരുന്ന വയോമിത്രം ക്യാമ്പുകൾ അട്ടിമറിച്ച നീതിനിഷേധത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയിൽ വയോമിത്രം ക്യാമ്പുകൾ അട്ടിമറിച്ച് വയോജനങ്ങളോട് കാട്ടുന്ന നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റി നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ നാട് ഏറ്റവും ദുരിതപൂർണമായ ജീവിത കാലങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു ഗതികേടിൽ എത്തി നിൽക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആയിക്കോട്ടെ, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആയിക്കോട്ടെ, സാധാരണക്കാരന്റെ സുരക്ഷയിൽ യാതൊരു താല്പര്യവും കാട്ടാറില്ല. തങ്ങളുടെ അജണ്ടയിൽ ഒരിടത്തും സാധാരണക്കാരില്ല എന്ന് ആവർത്തിച്ച് വിളിച്ചറിയിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് ഗവൺമെന്റുകളായി അവർ മാറിക്കഴിഞ്ഞു. ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് അംബാനിയും അദാനിയും അടക്കം ഒരുപക്ഷെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിലെ ഒരു പാലനമായി, ഒരു ഇടനിലക്കാരനായി അദാനി മാറുന്നു എന്നുള്ളത് നമ്മൾക്ക് പലപ്പോഴും ബോധ്യപ്പെടുകയാണ്. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെയും സമ്പന്ന വർഗത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടികയിൽ, അവരുടെ പ്രയോറിറ്റിയിൽ ഇതല്ല സാധാരണക്കാരില്ല, വയോജനങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് വയോമിത്രം പദ്ധതി പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ താല്പര്യം കാട്ടുന്നതും ആ പദ്ധതിക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാനും തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ മോഹൻലാലിനെ സ്നേഹിക്കുന്നവരാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിൽ നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുത്തത് 3,78,70,000 രൂപയാണ്. 2,78,00,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ആദരവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പൊടിപിടിച്ചത്. ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ 8 കോടി രൂപയാണ് പൊടിപിടിച്ചു കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണക്കാരനെ ബാധിക്കുന്ന വയോമിത്രം പോലെയുള്ള, ലൈഫ് ഭവന പദ്ധതി പോലെയുള്ള അടിസ്ഥാന പദ്ധതികൾക്ക് പണം കണ്ടെത്തുവാൻ തയ്യാറാകാതെ അതിന്റെയൊക്കെ കാര്യം പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ മനുഷ്യത്വമില്ലായ്മയുടെ ഇരകളായി വാസ്തവത്തിൽ ഈ നാട്ടിലെ 65 വയസ്സിന് മുകളിൽ പ്രായമെത്തിയ പാവപ്പെട്ടവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതി അട്ടിമറിക്കുന്ന നടപടിയിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. കോൺഗ്രസ് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിധു രാഘവൻ, DCC അംഗങ്ങളായ PS പ്രസന്നകുമാർ, A ഹസൻ കോയ, സോളമൻ റൊസാരിയോ, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ബിജു നസ്രുള്ള, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KC കൃഷ്ണകുമാർ, രാജേന്ദ്രക്കുറുപ്പ്, K രവീന്ദ്രൻ, അപ്പുക്കുട്ടൻ നായർ, നേതാക്കളായ തയ്യിൽ റഷീദ്, പ്രശാന്ത് എരുവ, യോഹന്നാൻ, അലക്സാണ്ടർ, ദിലീപ്, ഷാ ഉണ്ണിത്താൻ, സിനിമോൾ, ഡോക്ടർ അശ്വതി, അനിത, ബഷീർ, ഹൈദ്രോസ് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.